അസ്സലാമലൈക്കും. സാബി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബി താക്കും സുഖം തന്നെ. ഇന്ന് സാബി തങ്ങളോട് പറയാൻ വേണ്ടി വന്നത്, ഈ ചാനൽ പുതിയ ചാനലാണ്, അത് പറയാനല്ല വന്നത്. കാര്യങ്ങൾ പറയാൻ തന്നെയാണ്. നിങ്ങൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അധികം ആളും ആദ്യമായി കാണുന്നവർ തന്നെയാണ്. കാരണം വെച്ചാൽ പുതിയ ചാനലായതുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്. നമ്മളെ പുതിയ ചാനൽ അല്ല പഴയ ചാനൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് അത് കിട്ടണമെങ്കിൽ അതിൻ്റെ കോഡ് നമ്പറെല്ലാം മറന്നുപോയി. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സെർച്ച് ചെയ്യുക. എൻ്റെ ഡാൻസും തുള്ളിക്കളി നിങ്ങൾ എങ്ങനെയാണോ സെർച്ച് ചെയ്തത് അതുപോലെ ഇത് സെർച്ച് ചെയ്തിട്ട് കൊടുക്കുക. എന്നെ കാണാത്തവർ ഒരുപാടുണ്ട്, വിഷമിച്ചിരിക്കുന്നു. അവർ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളെ നിയാസ് ഉസ്താദ് ഹബീത്താനെ കൊണ്ട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇത്രയും നല്ലതാണ് നിയാസ് ഉസ്താദ്. നിങ്ങൾ വീഡിയോസ് കേൾക്കണം. കരഞ്ഞുകൊണ്ട് കുറെ വിഷമങ്ങൾ പറയാനുണ്ട്, നിങ്ങളെ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നിയാസ് ഉസ്താദ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടും നിയാസ് ഉസ്താദിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടും നിയാസ് ഉസ്താദിന്റെ ആ സ്നേഹത്തോടു കൂടിയുള്ള എന്നോടുള്ള ശാസ്ത്രനാഥിന്റെ വാക്കുകൾ ഞാൻ സ്വീകരിച്ചുകൊണ്ടും പ്രാർത്ഥന അള്ളാഹുവിനെ സ്വീകരിച്ചത് കൊണ്ടും ഞാൻ നിയാസ് ഉസ്താദെ ഈ ഓവർ മരണത്തുള്ളി കളി ഞാൻ നിർത്തി. ഇനി അങ്ങനത്തെ കാണൂല. നിയാസ് ഉസ്താദ്, സാബിമയുടെ പുതിയ വീഡിയോ കണ്ടോ? സാബിമയ്ക്ക് ഡാൻസ് കളിക്കില്ലെന്നാണ് പറഞ്ഞത്. ഉസ്താദിന്റെ ഉപദേശം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, അള്ളാഹുവിന് ആയിരം ആയിരം സ്തുതി. ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല അവര് മാറിയത്, നന്മയുള്ള ഒരു മനസ്സ് അവർക്കുള്ളത് കൊണ്ടാണ്. അള്ളാഹു നിങ്ങളെ ഏറെ ഇഷ്ടമായിട്ടുണ്ടുമ്മ. കാരണം തിന്മയിൽ ജീവിക്കുന്നവരില്ലേ, നല്ല ഉപദേശം എത്ര കേട്ടാലും മാറാത്തവർ നമുക്കിടയിലില്ലേ. പക്ഷേ ചെറിയൊരു മുത്തഅല്ലിമായ എന്റെ ഉപദേശം കേട്ടപ്പോൾ മാറാമെന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കൽബില് അള്ളാഹു നന്മയിട്ട് തന്നത് കൊണ്ടാവുമ്മ. ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു അവരെ നിങ്ങൾ ഉപദേശിക്കണ്ട, അവർ നന്നാവൂല. നമ്മുടെ ആ ചിന്താഗതി ആദ്യം ഒന്ന് മാറ്റണം. ഒരാളെ നന്നാക്കേണ്ടതൊക്കെ റബ്ബല്ലേ. നമ്മൾ അവർക്ക് വേണ്ടി നന്മക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ സാബിയമ്മ മാറിയില്ലേ? അള്ളാഹു അല്ലേ എല്ലാവരെയും നന്മയിലേക്ക് എത്തിക്കേണ്ടത്. ചരിത്രം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ മുത്തുനബി തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെയും അല്ലെങ്കിൽ അബൂജഹലിനെയോ മുസ്ലിമാക്കി ഇസ്ലാമെ ശക്തിപ്പെടുത്തണമെന്ന്. എന്നാൽ അള്ളാഹു തആല രണ്ടുപേരെയും മുസ്ലിമാക്കിയില്ല, രണ്ടാൽ ഒരാളെ, ഉമർ ഇബ്നു ഖത്താബ് എന്ന വില്ലാളി വീരനെ. ഇതുകൊണ്ടാണ് പറയുന്നത്, അള്ളാഹു ആർക്കാണോ ഹിദായത്തിന്റെ വെളിച്ചം നൽകാൻ ഉദ്ദേശിക്കുന്നത് അവർക്കാണ് നല്ല ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് മാറാനുള്ള ചിന്ത റബ്ബ് നൽകുന്നത്. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ആ ഉമ്മയുടെ വീട് കണ്ടപ്പോ എനിക്ക് ഏറെ സങ്കടമായി. നമ്മൾ പലരും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ, അവസ്ഥകളിൽ, മാനസിക സമ്മർദ്ദങ്ങളിലായിരിക്കും പലപ്പോഴും ഉള്ളത്. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇന്ന് വന്നു പോകുന്ന ചില കാര്യങ്ങൾ വെച്ച് നമ്മൾ ആരെയും വഷളാക്കരുത്. നമ്മൾ മനുഷ്യനായി നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ ഒരു മനുഷ്യനാകും. സാബിയമ്മ, നിങ്ങൾ എന്നോട് വിളിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ 2 തവണ നിങ്ങളെ വിളിച്ചിരുന്നു, ബിസി ആയിരുന്നു, കിട്ടിയിട്ടില്ല. നിങ്ങൾ കേട്ടല്ലോ പറയുന്നത്. അപ്പോൾ നമ്മളെ നിയാസ് ഉസ്താദ് അത്രയും നല്ലൊരു മനുഷ്യനാണ്, അത്രയും നല്ലൊരു മോനാണ്. അപ്പോൾ എൻ്റെ ഈ പഴയ ചാനൽ കൂടി നിങ്ങളെല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇത് നമ്മുടെ ഈ നിയാസ് ഉസ്താദ് കാര്യങ്ങൾ പുതിയ ചാനലിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വിഷമമാണ് എനിക്ക്. അത്രയും നല്ലൊരു ഉസ്താദാണ്. നിങ്ങൾ പിന്നെ ഒരാളെ അങ്ങനെ അടിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. അത് പലതും നമ്മൾ പഠിച്ചെങ്കിലും അതാരും പ്രവർത്തിക്കലുമില്ല, ചെയ്യലുമില്ല. അപ്പം ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോസ് കണ്ട്, പുതിയ വീഡിയോസാണിത്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യണം. ഞാനിങ്ങനെ മറ്റുള്ള വീഡിയോസിലൊന്നും ഇങ്ങനെ പറയലില്ല. ഓരോരുത്തർ വീഡിയോസ് തുടക്കത്തിൽ തന്നെ പറയും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ. ഞാൻ അങ്ങനെ പറയലില്ല. പക്ഷേ ഇത് പുതിയ ചാനലായതുകൊണ്ട്, കാരണം വെച്ചാൽ എന്നെ കാണുന്നവർ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെയ്യാൻ നിൽക്കൂല. കാരണം വെച്ചാൽ അവരറിയുന്നില്ല. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിൻ്റെ താഴെ, എന്നെ കാണുന്ന വീഡിയോസിൻ്റെ താഴെ ഒരു കറുത്ത നിറത്തിൽ എഴുത്ത് കാണും. ചില ആൾക്കത് വെളുത്ത നിറത്തിലാണ് കാണുക. അത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബായി. പിന്നെ അതിന് നിങ്ങളെ മക്കളോട് പറഞ്ഞ ഒരു മണിമല്ലനുണ്ട്, മണിമല്ലൻ തൊട്ട് കഴിഞ്ഞാൽ അറിയുന്നവർ നിങ്ങൾ ചെയ്തോ. എനിക്കൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു, ഇപ്പോഴും അറിയാത്തവർ ഒരുപാടുണ്ട്. പക്ഷേ ഓലി എന്നെ പോലെ അങ്ങനെ പബ്ലിക്കിൽ പറയൂല, അറിഞ്ഞൂടാന്ന് ആരോടും പറയൂല. ഞങ്ങൾക്ക് അറിയാന്നുള്ള ആളില്ല നിൽക്കുക. പക്ഷേങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കുഞ്ഞു മക്കളെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് എന്നെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം. എല്ലാവരും ഇപ്പം സാബീത്ത ഇനിയാളെ മുത്തുമണികളെ എന്ന് വിളിക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വളരെ സ്നേഹമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിയാസ് ഉസ്താദിൻ്റെ വാക്കുകൾ കൊണ്ടാണ് ഞാൻ ഓവർ തുള്ളിക്കളി ഞാൻ നിർത്തിയത്. നല്ലൊരു മനുഷ്യനാണ്, സ്നേഹപൂർവ്വം പറഞ്ഞു തന്നതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള അത്രയും വിഷമങ്ങളങ്ങും മാറിക്കിട്ടി. പിന്നെ തുള്ളാനുള്ളതൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. അത്രയും
നമ്മളൊരു മനുഷ്യൻ വിഷമിക്കുമ്പോൾ വീണ്ടും വീണ്ടും വിഷമം കൊടുക്കുന്നവരാണ് നമ്മളെ മനസ്സ് വീണ്ടും വീണ്ടും പതറിപ്പോവുക. ആ ആളിക്കത്തുന്ന പിന്നെ തീയില് വീണ്ടും മണ്ണെണ്ണ കൊണ്ട് ഒഴിച്ചാൽ, പെട്രോൾ കൊണ്ട് ഒഴിച്ചാൽ ആളിക്കത്തുക, അതുപോലെയാണ്. പക്ഷെ എങ്കിൽ ആളിക്കത്തുന്ന തീയില് അതിൽ കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ചപ്പോഴാണ് മനസ്സ് ശാന്തമായത്. അതാണ് നമ്മുടെ നിയാസ് ഉസ്താദ്. നിയാസ് ഉസ്താദിനെ കണ്ടുപിടിക്കണം, നിങ്ങൾ കണ്ടുപിടിക്കണം. അല്ലാഹുവേ, എന്റെ നിയാസ് ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹുവേ. അവർക്ക് ദുനിയാവും ആഖിറവും സ്വർഗം കൊടുക്കണേ അല്ലാ. അവരെ കുടുംബത്തിലും അവർക്ക് ഐശ്വര്യം കൊടുക്കണേ തമ്പുരാനെ. സാമ്പത്തികം കൊണ്ട് നല്ല ഉയർച്ചയിൽ ഞാക്കി കൊടുക്കണേ അല്ലാ. എൻ്റെ ഈ വീഡിയോസ് കാണുന്ന മുത്തുമണികൾക്കും ഞങ്ങൾക്കും ഇനി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ തീർക്കണേ അല്ലാഹുവേ. ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. ഇതേ ചാനലായിട്ട് കുറേ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയൂല, അതുകൊണ്ടാണ്.